എല്ലാവർക്കും നമസ്കാരം. ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത പള്ളിച്ചട്ടമ്പി ഇന്ന് റിലീസായിരിക്കുകയാണ്. നമ്മുടെ ടൊവിനോ തോമസ്, പിന്നെ കയാദു ലോഹർ, പിന്നെ നമുക്കെല്ലാം പ്രിയങ്കരനായ മറ്റൊരു വ്യക്തി അതിൻ്റെ അകത്തുണ്ട്. അതൊരു സസ്പെൻസാണ്. അത് ശരിക്കും ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു ക്യാമിയോ റോളായിരുന്നു. അപ്പോൾ ഇന്ന് കണ്ടു പള്ളിച്ചട്ടമ്പി. കുറച്ച് ട്രെയിലറൊക്കെ കണ്ടപ്പോൾ കുറച്ചൊരു മാസ് ആക്ഷൻ ത്രില്ലർ എന്നുള്ള ഒരു കാറ്റഗറി പ്രതീക്ഷിച്ച് കണ്ടതാണ്. അപ്പോൾ എനിക്ക് കിട്ടിയ അനുഭവം എന്താണെന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു എബോ ആവറേജ് അനുഭവം എന്ന് തന്നെ പറയാം. അതിനപ്പുറം ഒരു ഇഞ്ച് പോലും സിനിമ പൊങ്ങിയിട്ടില്ല. അതിന്റെ പ്രധാന കാരണം സിനിമയിലെ പവർഫുൾ അല്ലാത്ത തിരക്കഥയും, കഥ കുഴപ്പമില്ല, തിരക്കഥ, സംഭാഷണങ്ങൾ, ഇത് രണ്ടും തന്നെയായിരിക്കാം ഏറ്റവും പ്രധാന കാരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം 1958 ആ ഒരു സമയത്ത് നടക്കുന്ന IMS മന്ത്രിസഭയുടെ കാലത്ത് നടക്കുന്ന വിമോചന സമരത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് സിനിമയുടെ കഥ പോയിരിക്കുന്നത്. അപ്പോൾ ആ കഥ ബേസ് ചെയ്ത് നമ്മുടെ ലാൻഡ് ഓണേഴ്സ് തമ്മിലുള്ള ഒരു പ്രശ്നം, ഭൂമി കരസ്ഥമാക്കൽ, ഇങ്ങനെയുള്ള പരിപാടികൾ തമ്മിലുള്ള ഒരു ഇതാണ്. അങ്ങനെ പള്ളി ഏർപ്പാടാക്കുന്ന ഒരു ചട്ടമ്പി, അങ്ങനെ കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, പിന്നെ മതവിശ്വാസങ്ങൾ, ഇവർക്കെതിരെയുള്ള ഒരു പോരാട്ടം, അങ്ങനെ നാട്ടിൻപുറത്തെ ഒരു സെറ്റപ്പാണ്. മൊത്തത്തിൽ സിനിമ നല്ല ബഡ്ജറ്റിൽ ചെയ്തിട്ടുണ്ട്, നല്ല ബുദ്ധിമുട്ടി ചെയ്തിട്ടുണ്ട്. പിന്നെ പല ഒരു ഭീകരമായ കലാപരംഗങ്ങൾ, സ്റ്റണ്ട് രംഗങ്ങൾ, ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും എന്തൊക്കെ പറഞ്ഞാലും സിനിമ മുഴുവൻ കാണുന്ന സമയത്ത് നമുക്കൊരിക്കലും നമ്മുടെ ഇമോഷണലി നമുക്ക് ആ സിനിമയുമായി കണക്ട് ആവാൻ പറ്റുന്നില്ല. നമ്മൾ കുറെ മാസ് സിനിമകളൊക്കെ കണ്ടിട്ടുള്ളതാണ്. മാസ് ആക്ഷൻ എല്ലാവർക്കും ഇഷ്ടമുള്ള സംഭവമാണ്. എനിക്കും പേഴ്സണലി ഇഷ്ടമാണ്. ഞാൻ അത് പ്രതീക്ഷിച്ചു. 2 ആക്ഷൻ സീൻസ് എങ്കിലും കാണാം, അല്ലെങ്കിൽ ത്രില്ലടിച്ച് കാണാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസ് പ്രതീക്ഷിച്ചു പോയി. പക്ഷേ എനിക്കത് കിട്ടിയില്ല എന്നുള്ളതിന്റെ കാരണം ഇതാണ്. ഡിജോ ജോസ് ആന്റണി നമ്മളെ ജനഗണമനയൊക്കെ എടുത്ത് നമ്മളെ ഞെട്ടിച്ച വ്യക്തിയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു കാറ്റഗറിയിൽ എവിടെയോ ഒരു പാളിച്ച സംഭവിച്ചു. പിന്നെ കഥാപാത്രങ്ങളുടെ ഒരു ക്വാളിറ്റി, അഭിനയത്തിലെ ഒരു നാടകീയത, ഡയലോഗിലെ നാടകീയത, രംഗങ്ങളുടെ നാടകീയത, പ്രണയരംഗങ്ങളിലെ അമിതമായ നാടകീയത, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ, ഇതെല്ലാം പോയി. ഇനി ടൊവിനോ തോമസിനെ പറ്റി പറഞ്ഞാൽ അദ്ദേഹമാണ് അതിൽ കുറച്ചെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പെർഫോം ചെയ്തിട്ടുള്ളത്. ഇതുവരെ ഉള്ള വില കളയാത്ത രീതിയിലുള്ള അഭിനയം, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു അഭിനയം തന്നെയാണ്. പിന്നെ നായികയായിട്ടുള്ള കയാദു ലോഹറിനെ വെറും സൗന്ദര്യം കാണിക്കാൻ വേണ്ടി മാത്രമായി ആ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നതായി തോന്നി. ഡബിംഗ് ഒക്കെ വളരെ മോശം. പിന്നെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ചിരി, മറ്റേ ചിണുക്കം, ക്യൂട്ട്നെസ്, വാരി വിതറൽ, ഇങ്ങനെയുള്ള പരിപാടികളാണ്. പിന്നെ കഥയിലും കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമുണ്ട്, അത് പറയുന്നില്ല. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ, പിന്നെ നമ്മളെ വിജയരാഘവൻ, ബാബുരാജ്, എല്ലാവരും ഉണ്ട്. എങ്കിൽ പോലും മൊത്തത്തിൽ എന്തൊക്കെ കാട്ടിക്കുട്ടിയിലും നമുക്ക് ആ പടത്തിലോട്ട് അങ്ങ് കയറാൻ പറ്റുന്നില്ല. ലാസ്റ്റൊക്കെ എന്തോ ഭയങ്കരമായ കാര്യങ്ങളൊക്കെ നടക്കുന്നു. പക്ഷെ എങ്കിൽ പോലും നമുക്ക് മനസ്സ് ആ സിനിമയ്ക്കകത്ത് ടച്ച് ആവുന്നില്ല. അങ്ങനെ നോക്കിയാൽ ആ സിനിമ ഒരു പരാജയം തന്നെയാണ്. ഒരു സംവിധായകൻ നമ്മളെ ഇമോഷണലി ആ സിനിമയ്ക്ക് അകത്തേക്ക് എടുക്കാൻ പറ്റിയില്ല എങ്കിൽ അതൊരു പരാജയമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ പള്ളിച്ചട്ടമ്പി ഞാൻ പ്രതീക്ഷ ആ ലെവലിൽ വന്നിട്ടില്ല. പിന്നെ BGM ഒക്കെ അമിതമായി വാരി ഇട്ടിട്ടുണ്ട്. അതൊക്കെ എന്തൊക്കെ കാണിച്ചിട്ടും ഒന്നും തോന്നിയില്ല. പിന്നെ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്തെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സിനിമ അങ്ങ് തീർന്ന ഒരു ഫീല്, അതായത് ഇരുന്ന് ബോറടിക്കുന്ന ഒരു അവസ്ഥ വന്നിട്ടില്ല. രംഗങ്ങളിങ്ങനെ വളരെ വേഗത്തിൽ മായുന്നു, അങ്ങനെ വരുന്നു പോകുന്നു, സംഭവങ്ങൾ നടക്കുന്നു, പെട്ടെന്ന് ആ സിനിമ തീർന്നു. അപ്പോൾ നമ്മളൊരു ക്യാമിയോ റോൾ ഉണ്ട് ആ സിനിമ, അത് ഒരു സ്പെഷ്യലാണ്. അത് പലർക്കും അറിയാമായിരിക്കാം, ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. പിന്നെ ഈ സിനിമ പൂർണ്ണമല്ല, ഇതിനൊരു സെക്കൻഡ് പാർട്ട് കൂടെ ഉണ്ട് എന്നുള്ള ഒരു ക്ലൂ കൂടെ ഇട്ട് നമ്മുടെ സംവിധായകൻ നടത്തുന്നുണ്ട്. ഇനി ഇതിനൊരു സെക്കൻഡ് പാർട്ട് കൂടെ കാണാൻ എനിക്ക് താല്പര്യമില്ല എന്നുള്ളത് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ പള്ളിച്ചട്ടമ്പി ആർക്കാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് അങ്ങനെ ആർക്കും ത്രില്ലടിച്ച് കാണാൻ പറ്റിയ ഒന്നും ആ സിനിമയ്ക്കകത്തില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് തീർച്ചയായും തിയേറ്ററിൽ പോയി കാണണം എന്നുള്ള ഒരു നിർബന്ധവും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഈ സിനിമയെ പറ്റിയുള്ള അഭിപ്രായം. അപ്പോൾ ബൈ.